ഹലോ ഹായ്. ഞങ്ങൾ മൂകാംബിക വന്നിട്ട് ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞങ്ങളിന്ന് വിചാരിച്ചു തൊഴുവലെല്ലാം കഴിഞ്ഞു. മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ പോയി. അപ്പോൾ എല്ലാം സെറ്റായി. അവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളും കൂടെ കാണാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ അടുത്തായിട്ടൊരു കാവൊക്കെ ഉണ്ട്. അവിടെ വിഷു ചേച്ചിയും കണ്ണൻ ചേട്ടനും ഒക്കെ പോയി. അങ്ങനെ ഞങ്ങൾ എന്തായാലും മുരുടേശ്വരം പോകാമെന്ന് വെച്ചു. അപ്പോഴത്തേക്ക് ഇവിടുന്ന് മൂകാംബികയിൽ നിന്ന് മുരുടേശ്വരത്തേക്ക് ഏകദേശം 40 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം ഒരു 3500 ടാക്സി ചാർജ് വരുന്നത് 8 പേർക്ക്. അങ്ങനെ അതിൽ വിഷു ചേച്ചി വന്നില്ല. ചേച്ചി അവിടെയൊക്കെ പോയിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് വെച്ചു. ചേച്ചിക്ക് പോരാത്തതിന് കുറച്ച് മൂകാംബിക അമ്പലത്തിൽ കുറച്ച് നേർച്ചയും വഴിപാടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യിക്കാനായിട്ട് നിന്നു. അപ്പം ഞങ്ങളിതാ ഇത്രയും പേരും കൂടിയാണ് പോകുന്നത്. നല്ലൊരു യാത്രയായിരുന്നു സത്യം പറഞ്ഞാൽ. പോരാത്തിന് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. രാവിലെ അവിടുന്ന് മസാല ദോശ, നെയ് റോസ്റ്റ് അത് മാത്രമാണ് കഴിച്ചിരുന്നത്. അപ്പം ലഞ്ചൊന്നും കഴിച്ചില്ല. അപ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ നോക്കിയപ്പോൾ പിള്ളേരെല്ലാം ഒരുവിധം ഉറങ്ങി. കാരണം നേരം വെളുത്തപ്പം ഇപ്പം നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പം ഒരുവിധം ക്ഷീണമൊക്കെ വരുമല്ലോ. അപ്പോൾ പിള്ളേരെല്ലാം കാറ്റടിച്ചപ്പോൾ ഉറക്കമായി. യാത്രയിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് വിശക്കുമല്ലോ. വിശക്കുമ്പം എന്തായാലും ഞങ്ങൾ ആ പാവപ്പെട്ട ആ ഡ്രൈവർ ആ പയ്യെ ഞങ്ങൾ പറയുന്ന തോന്നിവാസങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും നിർത്തി. അങ്ങനെ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ഫസ്റ്റ് ഓപ്ഷൻ അതാണല്ലോ, ഫുഡ് കഴിച്ചിട്ട് യാത്ര ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. അങ്ങനെ എന്തായാലും ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. അപ്പം നമ്മൾ പറയുന്ന ഫുഡ് ഐറ്റംസ് ഒന്നും ഇവിടെ എങ്ങും കിട്ടാറില്ല. ഈ കേരളീയർക്കൊരു കുഴപ്പമുണ്ട്, എവിടെ പോയാലും നമ്മളെ നാട്ടിലെ ചോറും കറിയും കിട്ടണമെന്നാണ്. പക്ഷേ നടക്കുന്ന കാര്യം വല്ലതുമാണ്. അങ്ങനെ എന്തും വരട്ടെ എന്ന് വെച്ച് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ രഞ്ജിത്തേൻ്റെ ഫോൺ ചെറുതായിട്ട് ഞാൻ തള്ളി താഴെയിട്ട് രഞ്ജിത്തേട്ട തന്നെ മുന്നേ പോകാമെന്ന് വെച്ചു. അവിടെ എന്തെങ്കിലും കാണും, പക്ഷെ കുറേ പിക്ചേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നു. അതിൻ്റേതായ ഗുമ്മൊക്കെ കാണുമെന്ന് അറിയത്തില്ല. എന്തായാലും ചെന്ന് നോക്കാം. അപ്പം ചെന്നപ്പോഴത്തേക്ക് കുഴപ്പമില്ല, സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്. ഇനി ഫുഡിൻ്റെ കാര്യം, ഇവർ കുറച്ച് സ്പൈസി ആളുകളാണ് കേട്ടോ. ഏതൊരു ഐറ്റംസിനും സ്പൈസിയാണ്. ഫിഷ് സ്പെഷ്യലൊക്കെ ഉണ്ട്. ഫിഷിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ പല രീതിയിലും എനിക്ക് തോന്നുന്നു ഇവർക്ക് മല്ലി കുറച്ച് കൂടുതലിടുന്നൊരു ഇതുണ്ട്. പിന്നെ പോരാത്തിന് നല്ല സ്പൈസി, എരി പണ്ടാരം അടങ്ങും. പിള്ളേരൊക്കെ സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ അങ്ങനെ അത്രയും എരി യൂസ് ചെയ്യാത്ത ആളുകളാണ്. അപ്പം നമ്മളെ കൊണ്ട് അത്രയും പറ്റത്തില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ ദേവസുഖമായിട്ട് കിടന്നുറങ്ങും. അല്ലേലും ഉള്ളതാണ്, അവന് ഫുഡ് കഴിക്കാൻ ടൈം ആകുമ്പോൾ അവനൊരു ഉറക്കമൊക്കെ വരും. അങ്ങനെ എന്തായാലും എന്തൊക്കെയോ അവർ പറഞ്ഞു, ഞങ്ങൾ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. അങ്ങനെ പുള്ളിക്കാരന് 5 ഭാഷകളറിയാം. മലയാളവും ഇംഗ്ലീഷും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഷയും അറിയാം. അങ്ങനെ അച്ഛന് അത്യാവശ്യം ഹിന്ദി അറിയാവുന്നതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാവർക്കും ഫുഡ് ഐറ്റംസ് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കൊണ്ടുവരാമെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ എത്തി തുടങ്ങി. ഫുഡൊക്കെ വരും എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റോളം പ്ലേറ്റ് കണ്ടുകൊണ്ടിരുന്നു. അപ്പം ഇവരൊക്കെ കുറച്ച് ലാഗുള്ള ടീംസാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. താല് ഇവിടുത്തെ സ്പെഷ്യലാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പം ഡാനിക്കുള്ളൊരു സൂക്കേടെന്ന് വെച്ചാൽ വേറെ പുതിയ ആരെങ്കിലും കണ്ടാൽ, പ്രത്യേകിച്ച് ആണുങ്ങളെ കണ്ടാൽ അവരുടെ തോളിൽ കയറി ഇങ്ങനൊരു കിടത്തയും കിടക്കും. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് പിടിച്ചെടുത്ത് ഞങ്ങളിതാ ടാക്സിയിൽ കയറി മുരുടേശ്വരം എത്താറായി. ഒരു കടലിൻ്റെ തീരത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. പോകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. കാരണം പലപ്പോഴും വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പോകുമ്പോൾ എനിക്ക് കൂടുതൽ എക്സാമും കാര്യങ്ങളായിരിക്കും. ഞാനിവിടെ എങ്ങും കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് മുരുടേശ്വരം കാണുന്നത്. പണ്ടേ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും ദൂരമൊന്നും വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ എന്തോരം സാധനങ്ങളാണ് ഈ കാണാനുള്ളത്. 7 പോലും നമ്മളൊന്നും കണ്ടിട്ടില്ലെന്ന് വേണം പറയാൻ. ഇങ്ങനെയുള്ളതൊക്കെ അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ടായിട്ട് ഇതൊന്നും കാണാൻ ഇനിയെങ്കിലും എല്ലാവരും പോയി കുറച്ച് ടൈമെങ്കിലും സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെ കാണുക. നമ്മുടെ ലൈഫിൽ ഇതൊക്കെയാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അങ്ങനെ ഇവിടെ കിടന്ന് ഓട്ടമാണ്. ഡാനിക്ക് സത്യം പറഞ്ഞാൽ എവിടെ ചെന്നൊരു ഓട്ടമാണ്. അവനിങ്ങനെ അകത്തിരുന്നിരുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവൻ്റെ ഓട്ടമുണ്ട്.
അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാനും പാറുവും കൂടെ അടികൂടി. അങ്ങനെ പാറു ഒരു വഴിക്ക് പോയി, ഞാൻ വേറൊരു വഴിക്കായി. അങ്ങനെ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിണക്കങ്ങളൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളങ്ങനെ ഓരോന്ന് പറയും. Okay. Hello. Tell something about this temple. ഈ ടെമ്പിൾ ആക്ച്വലി തോന്നുന്നത് ഒരു 10 വർഷമായിട്ടാണെന്ന് തോന്നുന്നു. മറ്റേ ഹരീസ് രാജോഗന് ദിലീപിന്റെ ഇന്റർവ്യൂ അല്ല പട്ട എന്താ സിനിമ ഇതിന്റെ ഹിസ്റ്ററി എന്താന്നുള്ള കാര്യം എന്ന് ഞാൻ പഠിക്കും. സാധാരണ എല്ലാവരും ഈ ബ്ലോഗ് ചെയ്യാൻ വരുന്ന എല്ലാവരും അറിഞ്ഞിട്ടായിരിക്കും അറിയാതല്ലേ വരുന്നത്. അല്ല, അറിഞ്ഞോണ്ട് വരും. നമ്മള് അറിയാതെ വന്നിട്ട് മറ്റുള്ളവരോട് ചോദിക്കുന്നു. ഇവിടെ ഏതാ ലോഡ് ശിവ മഹാദേവ്. ഓക്കെ, ഫാനാണോ? പിന്നെ മഹാദേവനെ ഫാനല്ല. നമ്മളെല്ലാം കൊച്ചിലെ സീരിയലിലൊക്കെ ഓം നമഃ ശിവായ കാണത്തില്ല. അതേ നമ്മള് ആ സീരിയലിലെ ശിവനെയാണോ താങ്കൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ശിവൻ? നമുക്ക് ആ ഒരു മുഖമല്ലേ ഉള്ളു. ശിവനായാലും കൃഷ്ണനായാലും സിനിമകളിൽ കൂടി സീരിയലിൽ കൂടിയൊക്കെ കണ്ട മുഖമല്ലേ നമുക്ക് ഓർമ്മ വരുത്തുള്ളൂ. Can you sing a song 2 line about Shivan or something else? ശിവദം ശിവനാമം. ഓം നമോ ശിവായ. കല്ലേ മട്ടും പാട്. ശിവന്റെ 2 പാട്ട് പാടുവോ? ശിവദം പാട്. പാട്ട് ഞാൻ പിന്നെ പാടാം. അങ്ങനെ പാടാനുള്ള ത്വരയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ പാട്ടൊക്കെ അവിടെ അവസാനിപ്പിച്ചപ്പോഴത്തേക്ക് ഇതാ ഇവിടെ പിള്ളേർ സെറ്റ് 2 ആനകളുണ്ടായിരുന്നു. അവരുടെ മൂട്ടിക്കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ചോദ്യം ചെയ്യാനൊന്നും അധികം ആരെയും കണ്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റാച്ചു ഒക്കെ കാണുമ്പോൾ ചിലർ വഴക്ക് പറയാറുണ്ട്. പിള്ളേരത് കളിക്കുകയാണ് തകർത്ത്. എന്തായാലും ഇവിടെ അങ്ങനത്തെ പരിപാടീസൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ആനയുമായിട്ട് കളിച്ചു. അപ്പോഴത്തേക്ക് അകത്ത് കയറണമെങ്കിൽ ഷൂ ഒക്കെ ഊരി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഷൂ വെക്കാനായിട്ട് പോവുകയാണ്. അതിനുള്ള സ്ഥലം വേറെ എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അവരുടെ ഭാഷ അറിയണം. അവരുടെ ഭാഷ അറിയാൻ മലയാളികളൊക്കെ അങ്ങോട്ടേ ഉണ്ട്. അങ്ങനെ എന്തായാലും ഇവരോടൊക്കെ തിരക്കി പിള്ളേരെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും വലിയ പാട്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നു. ആ ചേട്ടനാണ് നമ്മുടെ ചെരുപ്പുകളെല്ലാം സൂക്ഷിക്കുന്നത്. അങ്ങനെ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. അപ്പം അതിനും പൈസ കൊടുക്കണം കേട്ടോ, ചെരുപ്പ് സൂക്ഷിക്കുന്നതിന്. പക്ഷേ ഇവിടെയൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു 20 രൂപയോ അത്ര എങ്ങനെ കൊടുത്താൽ ചെരുപ്പൊക്കെ സൂക്ഷിക്കും. അവർ പറയുന്ന ഡിമാൻഡുകളൊക്കെയാണ്. അങ്ങനെ എന്തും വരട്ടെ, ആരെങ്കിലും കൊണ്ടുപോകണതിനെ കഴിയും നല്ലത് ഇവിടെയൊക്കെ വെക്കാമെന്ന് വെച്ചു. അപ്പം എന്തായാലും ചെരുപ്പുകൾ എല്ലാവരും സൂക്ഷിക്കാനായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ഊരി കൊടുത്തു. പക്ഷേ നല്ല നീറ്റാണ് കേട്ടോ, ഇവിടെയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നമ്മുടെ കേരളത്തിലെ പോലെ അവിടെ എവിടെയും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ചപ്പ് ചോറുകളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നടക്കാം, ചെരുപ്പില്ലാതെയും നടക്കാം. അത്ര വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. ഡാനിയെ അഴിച്ചു വിട്ടാലും കുഴപ്പമൊന്നുമില്ല. അവൻ്റെ ഒരു കാലിലൊരു മുട്ടുസൂചി പോലും അവിടുന്ന് കൊള്ളത്തില്ല, അത്രയ്ക്ക് വൃത്തിയാണ്. അങ്ങനെ എന്തായാലും അവൻ ഓടാൻ വിടാൻ പറ്റത്തില്ലല്ലോ, നല്ല അത്യാവശ്യം തിരക്കുണ്ട്. പോരാതെ നമ്മളെ നാടുമല്ല. അപ്പം അങ്ങനെ അഴിച്ചു വിട്ടാൽ എങ്ങോട്ടെങ്കിലും ആരെങ്കിലും പിടിച്ചുവിട്ട് പോയാലും എന്നൊരു പേടി. ഇവിടെ കടലാണ് കേട്ടോ, നല്ല തിരയൊന്നുമില്ല, ശാന്തമായി കിടക്കുന്ന കടൽ. അങ്ങനെ ശിവനെ കാണാനുള്ള കൊതിയിലാണ്. അപ്പോൾ ദേവ മതിലൊക്കെ ചാടുന്നുണ്ട്. എങ്ങോട്ടാണെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും ഇടുന്നു. ഈ പിള്ളേർ പിന്നെ അങ്ങനെ ആണല്ലോ. അങ്ങനെ എന്തായാലും ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ കൊടുത്തിട്ട് ഞങ്ങളിതാ ഇത് കണ്ടപ്പോൾ ഇവിടെ പല കളറാണ് കേട്ടോ, ഭയങ്കര സെറ്റപ്പ് തന്നെ. ഇപ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു കളറാണ്. അപ്പം സംഭവം അടിപൊളി. പോരാതെ അതിൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ, ശിവനെ കാണാനാണ് ഞങ്ങൾ ഈ പോകുന്നത്. പുള്ളിക്കാരൻ ഇവിടെ അങ്ങുമല്ല, കുറച്ച് അകലെയായിട്ടാണ് ഇരിക്കുന്നത്. അത്രത്തോളം വലിയൊരു രൂപമാണ് ഇരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് അകത്തോട്ട് പോവാം. ഇവിടെ നിന്ന് പോരാത്തതിന് ഒരു 19 നിലകളുടെ മുകളിലായിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ 140 രൂപ ടിക്കറ്റ് എടുത്ത് ലിഫ്റ്റിൽ യാത്ര ചെയ്യുന്നത്. ലിഫ്റ്റിൽ കയറണമെങ്കിൽ പ്രത്യേകം പേ ചെയ്യണം. അങ്ങനെ എന്തായാലും എന്താണെന്ന് അറിയണ്ടേ, നമ്മളിവിടെയൊക്കെ പോയിട്ട് ഇതൊക്കെ കാണാതെയും കേൾക്കാതെയും തിരിച്ചു പോകുന്നത് വളരെ മോശമാണല്ലോ. അങ്ങനെ എന്തായാലും ലിഫ്റ്റിൽ കയറിയിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഇത്രയും നിലകളുണ്ടെന്ന് അറിഞ്ഞില്ല. ഏകദേശം ഞാൻ വിചാരിച്ചു ഒരു 10, 12, 14 ഉള്ളെന്ന്. പക്ഷേ 19ഓളം നിലകളുണ്ടായിരുന്നു. മുകളിലെത്തിയപ്പം ഒരു കെട്ടിടം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പാണ് അവിടെ. അതും ഇതും കമ്പിയും സംഭവങ്ങളുമൊക്കെ. എല്ലാവരും ജനലിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു. ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു. ഇവിടെ എന്താണ് എല്ലാ
എല്ലാം പരതുമാണ്. എന്താണ് സംഭവം എന്നറിയത്തില്ല. ഈ വശത്തേക്കുന്ന ഒരു കടലിൽ നോക്കുന്നു, അപ്പുറത്ത് വശത്തേക്കുന്നവർ എന്തോ നോക്കുന്നു അറിയാമേ. ഇവിടെയും കുറച്ച് ആളുകൾ ഇരിക്കുന്നു. ഈ ഒരു 3 സൈഡിലാണ് ആളുകൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ഈ മുകളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ശിവന് പാർവതി നിൽക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഈ ഒരു കാഴ്ച കാണാം. ഇത് പക്ഷേ അടിപൊളിയാണ്. ഈ ഒരു സംഭവം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 140 രൂപ പേ ചെയ്ത് മുകളിലെത്തുന്നത്. അപ്പം ഈ ഒരു സംഭവം ഭയങ്കര ഭംഗിയാണ്. നല്ല എന്താണ് സൺഷൈനും ആ ഒരു ഭംഗിയും പോരാത്തന്നെ ആ കടലിൻ്റെ അടുത്ത് വരുന്ന ആ വ്യൂ ഒക്കെ അടിപൊളിയാണ്. അതൊരു വല്ലാത്തൊരു ഫീല് തന്നെ നമുക്ക് നൽകും. പോരാത്തതിന് ഇങ്ങനെ പൂർണ്ണ രൂപമായിട്ട് ശിവനെ നമുക്ക് കാണുമ്പോൾ നമ്മൾ സീരിയലിൽ പറഞ്ഞ പോലെ തന്നെ സീരിയലിലും സിനിമയിലും ഒക്കെ കണ്ട അതേ രൂപം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ എന്തായാലും ഇറങ്ങി വന്നു അകത്തേക്ക് പോവുകയാണ്. അവിടെ എന്താണെന്ന് അറിയണമല്ലോ. അപ്പം ഏകദേശം ഞങ്ങളൊരു 7:30-8 മണിയൊക്കെ ആകാറായെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. 9 മണിക്കകം എല്ലാം അടയ്ക്കും. അപ്പോൾ നമ്മളെപ്പോലെ വന്ന കുറേ ആളുകൾ അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇവിടെ എല്ലാം നമ്മുടെ ദേവിയും മുരുകനും ഒക്കെ തന്നെയാണ്. ഇവിടെ നിന്നായാലും നമുക്ക് ഈ ശിവനെ കാണാൻ പറ്റും. കുറച്ചും കൂടി നല്ല വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോയത്. അപ്പം അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണിത്. ഇവിടെ എല്ലാം രൂപങ്ങളൊക്കെയാണ്. നമ്മുടെ കാലൊക്കെ നന്നായിട്ട് കഴുകണം ഇവിടേക്ക് പോകുമ്പോൾ. അതൊക്കെ ഒരു ചടങ്ങായിട്ടാണ്. അപ്പം ദീശുവിനെ ഇറക്കി നടത്തുവാണ്. കുട്ടികളായാലും നടക്കത്തിരുന്ന് ഒരു കുഴപ്പമില്ല. നമ്മളവിടുത്തെ പോലെ ഒട്ടും ക്ലീനല്ലാത്തല്ല. ഇവിടെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അങ്ങനെ അകത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് നല്ല സമയമായിരുന്നു. അവിടെ പൂജയും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിലാണ് ഞങ്ങളവിടെ എത്തിയത്. അപ്പം ഒരു നട അടയ്ക്കുന്നതിന് മുമ്പുള്ളൊരു പൂജയായിരുന്നു. അപ്പം അതും ഒക്കെ കാണാൻ പറ്റി. ഒരുപാട് നമുക്ക് ക്യാമറയൊന്നും അവിടെ നിന്ന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രത്യേകം അവർ നോട്ട് ചെയ്യും. ഇപ്പോൾ കണ്ട ബ്ലൂ കളറായിട്ടുണ്ട്. പല കളറുകളാണ് ഇവിടെ മാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ നീലയാണെങ്കിൽ കുറച്ച് മുന്നേ റെഡായിരുന്നു, കുറച്ച് മുന്നേ ഓറഞ്ച് ഷെയ്ഡായിരുന്നു. അങ്ങനെ പല കളറുകൾ. അങ്ങനെ ഏകദേശം ഞങ്ങൾ ഈ ഒരു സൈഡ് കണ്ട് തീർന്നു. അപ്പോൾ ഇനി നമ്മൾ ശിവൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് സംഗതി വേറൊന്നുമല്ല. നമ്മൾ അവിടെ എത്തിയാൽ പോരാ. ശിവനെ കാണണമെങ്കിൽ കുറച്ചും കൂടെ ട്രാവൽ ചെയ്ത് അടുത്തേക്ക് പോകണം. നമ്മൾ പോരാത്തിന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നടന്നു പോയാൽ പണി കിട്ടുമെന്ന് വെച്ചിട്ട് ഞങ്ങളെ ടാക്സി ഡ്രൈവർ ആ പയ്യനെയാണ് വിളിച്ചത്. പുള്ളി കറക്റ്റായിട്ട് നമ്മളവിടെ കൊണ്ടെത്തിച്ചു. കാരണം നമ്മൾ നടന്നു പോയാൽ കുറച്ച് പാടുപെടും. കാരണം നല്ല തേരിയൊക്കെ ഉണ്ട്. അപ്പം ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നടക്കാൻ ശ്രമിക്കരുത്. കാരണം നടന്നാൽ പിള്ളേരെയൊക്കെ ആയിട്ട് നന്നായിട്ട് ക്ഷീണിക്കും. പോരാത്തതിന് കുറച്ചധികം ദൂരമുണ്ട്. നമ്മൾ കാണുന്ന പോലെ നമ്മൾ വിചാരിക്കും അവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുവാണെന്ന്. അങ്ങനെയല്ല, കുറച്ച് ദൂരം പോയി എങ്കിൽ മാത്രമേ നമുക്ക് നല്ല അടുത്ത് നിന്ന് ആ ഒരു അമ്പലത്തിലും കൂടി കയറി തൊഴുതിട്ടൊക്കെ വരാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് വണ്ടിയിൽ പോവുക. അങ്ങനെ എന്തായാലും അവിടെ എത്തി. വണ്ടി താഴെ ഇടാനേ പറ്റൂ. അവിടുന്ന് കുറച്ചുകൂടി നടന്നു പോയെങ്കിൽ മാത്രമേ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റൂ. അപ്പോൾ പാറുവും സോണി ചേച്ചിയും ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളായിരുന്നു. കണ്ണൻ ചേട്ടനും നമ്മുടെ അദ്വിക്കുട്ടനും കൂടെ താഴെ നിന്നു. അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം പിള്ളേരൊക്കെ അല്ലേ കുഴയും. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ ഡാനിയെ കൊണ്ടുവരണോ വേണ്ടേന്നും പറഞ്ഞുള്ള ഡിസ്കഷനിലായിരുന്നു. അങ്ങനെ അണ്ണാക്കി എന്തും വരട്ടെ എന്നും പറഞ്ഞത് ഡാനിയെ കൊണ്ടുവരുന്നുണ്ട്. ഡാനിയുടെ A-to-Z കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ സോണി ചേച്ചി ഹാപ്പിയായി. അങ്ങോട്ട് കയറി പോവാണ്. അപ്പോൾ ചെരുപ്പും ഷൂ എല്ലാം വെളിയിൽ ഊരിയിടണം കേട്ടോ. അത്ര തിരക്കൊന്നുമില്ല, ലേറ്റായി. കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയല്ലോ. അപ്പം നട അടയ്ക്കാറായി. പക്ഷേ നട അടച്ചതുമില്ല. ഒരു കറക്റ്റ് ടൈം. എന്തായാലും ഇവിടെയൊക്കെ കയറി തൊഴുവാൻ പറ്റി. ഇവിടെയൊക്കെ ഓരോരോ രൂപങ്ങളാണ് കേട്ടോ. നമ്മളെ ഗണപതിയും മുരുകനും ആ പേരുകളൊക്കെ തന്നെയാണ്. പക്ഷേ അവരുടെ ഭാഷയിൽ വേറെ കുറച്ച് പേരുകളൂടെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ ശിവനെ നമ്മൾ അടുത്ത് നിന്ന് കാണുവാണ്. എന്തൊരു ബ്ലെസ്സിങ്സ് ആണെന്നറിയാമോ.
ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം വർഷങ്ങൾ പഴക്കമുള്ള അമ്പലങ്ങളും ഈ മുരുടേശ്വരമൊക്കെ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളുടെ പഴക്കമുണ്ട്. എത്രയാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കുഞ്ഞിലേ മുതലേ മണ്ടയ്ക്കാട് ചക്കുളും ഒക്കെ കേൾക്കുമ്പോൾ ഇവിടെയും പറയാറുണ്ട്. അപ്പം അതൊക്കെ നേരിട്ട് കാണുക, പോരാത്തതിന് എല്ലാവരും ഒത്ത്, നമ്മൾ ഒറ്റയ്ക്ക് പോണേനേക്കാളും നമ്മളെല്ലാവരും കൂടി ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അതൊരു ഓർമ്മയുമാണ്, ഒത്തിരി സന്തോഷവുമാണ്. അപ്പം അങ്ങ് ദൂരെ നിന്ന് കണ്ട ശിവനെ ഞങ്ങൾ അടുത്ത് നിന്ന് കാണുമ്പോൾ ഒത്തിരി സന്തോഷം. ഇതൊക്കെ കണ്ടോ, ഇത്രയും വലുതായിട്ടാണ്. പോരാത്തന്നെ അവർ അത്രത്തോളം നല്ല രീതിയിൽ അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. പെയിൻറ്റിങ്ങിനായാലും ക്ലീനിങ്ങിലായാലും എല്ലാത്തിലും. ഈ ആൾ കൂടുമ്പോൾ എന്താണ് അവിടുത്തെ വൃത്തിയും വെടുപ്പും ഒക്കെ പോകുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ അവരങ്ങനല്ല, അവരത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. ഇവിടെ കൂടുതലും ലിംഗ രീതിയിലുള്ള ദൈവങ്ങളുടെ വിഗ്രഹങ്ങളാണ് കൂടുതൽ വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ തൊഴുതിറങ്ങിയ ടൈം തന്നെ അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ കറക്റ്റ് ഷാർപ്പ് ടൈമിലായിരുന്നു. എന്തായാലും കാണാനും പറ്റി, എല്ലാത്തിലും പറ്റി. കുറച്ച് വിഷമം ഉണ്ടായിരുന്നു, ഇനി അടച്ചു പോകുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഞങ്ങള് മൂകാംബികയിലാണ് നമുക്ക് സ്റ്റേ ഉള്ളത്. ഓക്കെ, അപ്പൊ മൂകാംബിക വെച്ച് കാണാം. രഞ്ജിത്തേട്ടൻ നിൽക്കുന്നത് ഇപ്പൊ നോക്കിയാണ്. ഞങ്ങൾ മുരുടേശ്വരം കണ്ടായിരുന്നു, വളരെ നല്ല സ്ഥലമായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പോ മൂകാംബി വന്നു. ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ മോർണിംഗിൽ ഞങ്ങൾ ഇവിടുന്ന് ചേർത്തേക്ക് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ രാവിലെ ജീപ്പ് വരും. ജീപ്പ് വന്നു കഴിഞ്ഞാൽ വളരെ ഹാപ്പിയാണ്. പക്ഷേ എല്ലാവരും 5 മണിക്ക് എനിക്ക് പറയുമ്പോൾ പക്ഷേ ഞാൻ പെട്ടെന്ന് 5 മണിക്ക് ഇരിക്കുന്ന ആളാണ്. ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ഫോട്ടോഗ്രാഫർ ചെയ്താൽ നമ്മൾ 4 മണിക്ക് 3 മണിക്ക് പെട്ടെന്ന് പോകുന്നുണ്ട്. ഇവർക്ക് എന്ത് ഫാമിലി എന്താ പറയുക, റെഡി സ്റ്റാർട്ട് 4 o'clock. ആ പറഞ്ഞ ഒന്നും വിശ്വസിക്കരുത്. ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഞങ്ങൾ രാവിലെ 5:30 എണീറ്റ് റെഡി 6 മണിക്ക് ഞങ്ങൾ കുതിരയാത്രയിലുള്ള കോട കാണാം എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ രാവിലെ 5 മണിക്ക് എണീറ്റ് 5:30 റെഡിയായി. ആദ്യത്തെ ബോട്ടിൽ ബോട്ടല്ല ജീപ്പില്, ആദ്യത്തെ ജീപ്പിൽ ഞങ്ങൾ ബോട്ടല്ല ജീപ്പ് ആദ്യത്തെ ജീപ്പ് ഞങ്ങൾ കുടജാതിരി പോകാൻ പോവാണ് സുഹൃത്തുക്കളെ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ 5:30 ശേഷം അറിയിക്കുന്നതാണ്. അപ്ഡേറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.